കോഴിക്കോട് നിന്ന് എ കെ ലതീഷ് കൂടി ചേരുകയാണ്. നോക്കാം കോഴിക്കോട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തൊട്ടുമുൻപ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. കോഴിക്കോട്ടെ ഒരു സാഹചര്യം നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പറയാൻ പറ്റുക? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ലതീഷ്? മനു, കോഴിക്കോട് ജില്ലയിലും മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിച്ചു. എല്ലാം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ അതത് മുന്നണികളുടെ ഏജന്റുമാർ എത്തി മോക്ക് പോളിംഗ് നടപടികളിലേക്ക് കടന്നു. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് പൂർത്തിയാക്കി. ഇപ്പോൾ ഇനി 20 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിലും കുറച്ച് പേരെങ്കിലും വോട്ടിങ്ങിനായി ഇപ്പോൾ ക്യൂവിൽ എത്തുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 26,32,682 പേരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് രേഖപ്പെടുത്താൻ എത്തേണ്ടത്. 70 ഗ്രാമപഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതേപോലെ തന്നെ 7 മുനിസിപ്പാലിറ്റി, കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെയാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തോളി പഞ്ചായത്തിലെ 16 വാർഡിൻ്റെ 2 ബൂത്തുകൾക്ക് മുന്നിലാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കുറച്ച് ആളുകൾ, 4-5 പേർ ഓരോ ബൂത്തിലും ഇതിനകം തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ വരും സമയങ്ങളിലെത്തും. കാരണം ജോലിക്കും മറ്റും പോകേണ്ട ആളുകൾ രാവിലെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. എന്തായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. കാടിളക്കിയുള്ള പ്രചരണമാണ് മുന്നണികൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ കാര്യമായി തന്നെ നടത്തിയത്. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, വികസന രാഷ്ട്രീയം എന്നിവയെല്ലാം സജീവമായി ചർച്ച ചെയ്ത ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് കോഴിക്കോട് ജില്ലയും സാക്ഷ്യം വഹിച്ചത്. ഒരു മാസത്തിലധികം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് ജില്ല കടക്കും. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിച്ച് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് മുന്നണിയുടെ നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരുമുള്ളത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, മന്ത്രി PM മുഹമ്മദ് റിയാസ്, CPIM നേതാക്കളായ എളമരം കരീം, P സതീദേവി, മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ, അതേപോലെ തന്നെ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളെല്ലാം കോഴിക്കോട് ജില്ലയിലാണ് വിവിധ സമയങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തുക. അവരുടെ പ്രതികരണങ്ങളും അതിനുശേഷം അവരുടെ പ്രതീക്ഷകളും നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പാകെ നൽകാനും കഴിയും. എന്തായാലും രാവിലെ 6 മണിക്ക് ആരംഭിച്ച മോക്ക് പോൾ അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി വോട്ടിങ്ങിനുള്ള ക്രമീകരണത്തിലേക്ക് അല്ലെങ്കിൽ വോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. കുറഞ്ഞ ആളുകൾ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുന്ന സാഹചര്യവും നിലവിലുണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനു, ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധം വളരെ സജീവമായി ചർച്ച ചെയ്തൊരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ പരസ്യമായിട്ടായിരുന്നു അവർ സഖ്യം ചെയ്തതെങ്കിൽ ഇത്തവണ രഹസ്യ സഖ്യമാണ് അവർ തമ്മിലുള്ളത്. കാരണം സ്വതന്ത്ര ചിഹ്നത്തിലാണ് UDFനൊപ്പം ചേർന്ന് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി തന്നെ മത്സരിക്കുന്നത്. ഒപ്പം വികസന രാഷ്ട്രീയം തന്നെയായിരുന്നു LDFൻ്റെ പ്രധാന തുരുപ്പുചീട്ട് എന്ന് പറയുന്നത്. LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF പ്രചാരണം കൊഴുപ്പിച്ചത്. ഒപ്പം അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണമായിരുന്നു LDF നടത്തിയത്. UDF മുന്നണിയാകട്ടെ അവർ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വിധിയെഴുത്താകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി UDFന് ഒരു പ്രാമുഖ്യം നൽകുന്ന തെരഞ്ഞെടുപ്പായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. BJPയും അവരുടെ രാഷ്ട്രീയം വിശദീകരിച്ചുകൊണ്ട് സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു. 3 മുന്നണികളുടെയും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കോഴിക്കോട് ജില്ല ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. അതിനനുസരിച്ച് കൂടുതൽ പേർ വോട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. തെക്കൻ കേരളത്തിലെ ആദ്യ റൗണ്ട് വോട്ടിംഗ് സമാപിച്ചപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവുൾപ്പെടെ മുന്നണികളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഏറ്റവും വേഗത്തിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തിച്ചുകൊണ്ട് ഏറ്റവും സുഗമമായി ഏറ്റവും സമാധാനപരമായുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം ഉള്ളത്. മനു.